ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് അറ്റോമിക് എനർജി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. സോ ഇതിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇത് മുംബൈയിലാണ് ഓർത്തിരിക്കുക. പ്രോജക്ട് സയന്റിഫിക് ഓഫീസർ 2 വേക്കൻസി ജനറൽ, 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിന്റെ സാലറി നോക്കാം, 1,34,000 നിങ്ങൾക്ക് പെർ മന്ത് കിട്ടുന്ന സാലറി എല്ലാ HR എല്ലാം കൂട്ടി. പിന്നീട് വിളിച്ച പ്രോജക്ട് സയന്റിഫിക് ഓഫീസർ ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1,34,400 സാലറി കിട്ടുന്നത്. പിന്നെ ലൈബ്രറി ട്രെയിനിയിലേക്കാണ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 22,000 പെർ മന്ത് കിട്ടുന്ന സാലറി ഓർത്തിരിക്കുക. പിന്നീട് വിളിച്ച് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രോജക്ട് സയന്റിഫിക് ഓഫീസർ 2 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ജനറൽ കാൻഡിഡേറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. സോ ക്വാളിഫൈ ചെയ്യേണ്ട എൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ലൈക്ക് BE or BTech വിത്ത് അഗ്രിഗേറ്റ് ഇത് 60% മാർക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടായിരിക്കണം. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ റെലവൻറ്റ് ഫീൽഡ് എന്ന് പറയുന്നുണ്ട്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻസ്, സർട്ടിഫിക്കേഷൻ ഇൻ ജാവ ആൻഡ് ഒറാക്കിൾ ഉള്ളത് ഒരു ചെറിയ പ്രിഫറൻസ് കിട്ടുമെന്ന് ഓർത്തിരിക്കുക. നിങ്ങളുടെ ജോബ് റിക്വയർമെന്റ് ആണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് നോക്കുക. ജോബ് പ്രൊഫൈൽ ഇവിടെ മെയിൻലി പറയുന്നുണ്ട്. ഇനി പേഴ്സണൽ ഇന്റർവ്യൂ ത്രൂ ആയിരിക്കും ഇത് നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അല്ലാതെ എക്സാമുകളൊന്നും ഇന്നില്ല. പിന്നീട് വെച്ചിരിക്കുന്നത് പ്രോജക്ട് സയന്റിഫിക് ഓഫീസർ 1 പോസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ജനറലിലേക്ക്. സോ ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ BE or BTech വിത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ 0 up to 3 years എക്സ്പീരിയൻസ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയർ. അപ്പോൾ ഫ്രഷേഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പേഴ്സണൽ ഇന്റർവ്യൂ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്തെന്ന് ഓർത്തിരിക്കുക. പിന്നീട് വെച്ച് ലൈബ്രറി ട്രെയിനി പോസ്റ്റ് 1ലേക്കാണ്. ഗ്രാജുവേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. സയൻസിനെയാണ് പ്രിഫറബിൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബി ഇൻ ലൈബ്രറി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്പിയർഡ് ഫോർ ഫൈനൽ എക്സാം സെമസ്റ്റർ ഫോർ ബാച്ചുലർ ഓഫ് ലൈബ്രറി ആൻഡ് ML പഠിച്ചവർക്കും ആർ വെയിറ്റിംഗ് ഫോർ റിസൾട്ട് ക്യാൻ ഓൾസോ അപ്ലൈ എന്ന് പറയുന്നുണ്ട്. അതിന് റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും കണ്ടക്ട് ചെയ്യും ലൈബ്രറിന്റെ. ബാക്കിയുള്ളതിന് ഇന്റർവ്യൂ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നു ഓർത്തിരിക്കുക. 1 ഇയർ ടെമ്പററി ആയിട്ടായിരിക്കും. 1 ഇയറിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഷിഫ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യാൻ അതിന് വില്ലിംഗ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ ഏജ് ലിമിറ്റിന്റെ കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് January 1, 2026 ബേസ് ചെയ്തിട്ടാണ് ഓർത്തിരിക്കുക. ഓൺലൈൻ ത്രൂ ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. സോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് April 11, 2026 ആണ് ലാസ്റ്റ് ഡേറ്റ്. ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അവിടെ നിങ്ങൾ ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. പ്രോജക്ട് സയന്റിഫിക് ഓഫീസറും അതുപോലെ തന്നെ ലൈബ്രറി ട്രെയിനിയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.